ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ധന്യ. എന്തായാലും മുഹമ്മദ് ഷഹബാസ് എന്ന ആ കുഞ്ഞിനെ ക്രൂരമായി തല്ലിച്ചതച്ച് അവനെ ഇല്ലാതാക്കിയ ഒരു കൂട്ടം ആളുകൾ എന്തിൻ്റെ പേരിലായാലും ശരി ഇത്രയും വലിയ ഒരു ചതി ചെയ്യരുതായിരുന്നു. പിന്നെ ഫോണിൽ വിളിച്ചിട്ടും പിന്നെ മറ്റുള്ളവരുടെ സംസാരത്തിൻ്റെ ഇടയിലൊക്കെ പറയുന്നത് അറിഞ്ഞു ചെയ്തതല്ല കയ്യബദ്ധമാണെന്ന് അല്ലേ. എന്ത് കയ്യബദ്ധമാണെങ്കിലും ഒരു കുഞ്ഞ് ഒരാളുടെ ജീവൻ ഇല്ലാതായത് നിങ്ങൾ കാരണം തന്നെയാണ്. ഞാൻ കണ്ടിരുന്നു ആ വീഡിയോ കണ്ടാലേ ആ കുഞ്ഞിൻ്റെ തലയിലേക്ക് ചവിട്ടുകയാണ്. ഒരുത്തൻ ഷർട്ട് കൂരിയിട്ട് ആ ഒരു ഹരമാണ്. ആ ഒരു ഹരത്തിൽ അവനെ ചവിട്ടിയിട്ട് തല്ലിയിട്ട് കുത്തിയിട്ട് എന്തൊക്കെയാ കാണിച്ചുകൊണ്ടിരിക്കണമെന്നറിയോ. അയ്യോ, എന്നാലും ഇങ്ങനെയൊക്കെ എന്താ പറയുക, ഒരു ജാതി ഭ്രാന്ത് പറയില്ലേ, ഇങ്ങനൊരു സംഭവം. എങ്ങനെയാണ് നമ്മൾ നമ്മുടെ മക്കളെയൊക്കെ സ്കൂളിലേക്ക് വിടുന്നതും ട്യൂഷന് വിടുന്നതും ഒക്കെ എങ്ങനെയാണ് നമ്മൾ ഇവരെ വിടുക? പല പ്രാവശ്യം നേരത്തെ ഒരു കുഞ്ഞ് ഇതുപോലെ തൂങ്ങി മരിച്ചല്ല, മറ്റേ ഫ്ലാറ്റിൽ നിന്ന് ചാടിയ കാര്യം പറഞ്ഞു. അതായത് ബാത്റൂമിലത്തെ ആ ക്ലോസറ്റിലെ വെള്ളം അവനെ കൊണ്ട് നക്കിപ്പിച്ചതിനും അല്ലെങ്കിൽ അവനെ ഒരുപാട് ഹറാസ്മെന്റ് ചെയ്തതിനും അവന് സഹിക്ക വയ്യാതെ അവൻ താഴേക്ക് ചാടി. ഞാൻ ജസ്റ്റ് കണ്ണിലേക്കിട്ട് കുത്തിയേ ഉള്ളൂ അത്രേ. എല്ലാം കഴിഞ്ഞു. ഇന്ന് പുലർച്ചെ 12:30-ക്കായിരുന്നു അവൻ്റെ മരണം. അതായത് ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ പുണ്യ റമദാൻ പിറന്നപ്പോൾ ആ കുഞ്ഞിൻ്റെ ജീവനും പോയി. നാളെ റമദാൻ 1 ഇന്ന് ഞാൻ വീഡിയോ ചെയ്യുന്നത് ഈ റമദാൻ മാസത്തിന് തലേ ദിവസമാണ്. എനിക്ക് വല്ലാത്തൊരു സങ്കടം തോന്നിയൊരു നിമിഷമായിരുന്നു ഇത്. കാരണം എല്ലാ വർഷവും ഇങ്ങനെ റമദാൻ്റെ തലേ ദിവസമാണല്ലോ ഈ കുഞ്ഞ് ഇല്ലാതായിരിക്കുന്നത്. ആ ഉറ്റവർക്കും ഉടിയവർക്കും എത്ര സങ്കടം ഉണ്ടാവും, എത്ര വേവലാതിയും ആവലാതിയും ഉണ്ടാവും. ഇങ്ങനെയുള്ള മക്കളെയൊക്കെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇവരെ ചങ്ങലിക്കിടാൻ പറ്റുമോ? ഇവരെ പൂട്ടിയിടാൻ പറ്റുമോ? ഞാൻ ഇന്നലെ സ്റ്റാറ്റസ് വരെ വെച്ചു, അധ്യാപകർക്ക് വടി കൊടുക്കുമോ, അവര് നമ്മുടെ മക്കളെ ശരിയാക്കൂ എന്ന് പറഞ്ഞിട്ട്. എവിടെ ശരിയാക്കാൻ? എന്തു പറഞ്ഞിട്ട്? നമ്മളെക്കാട്ടി അഡ്വാൻസ്ഡായി മക്കളൊക്കെ, ഭയങ്കരതായി മാറി. എന്നിട്ട് ഇന്ന് ഞാൻ ലൈവിൽ വന്നപ്പോൾ തന്നെ ഒരേട്ടൻ പറയണ്ടായിരുന്നു, നമ്മൾ വീട്ടിൽ വളർത്തുന്ന, അതായത് നമ്മളാണ് മക്കളെ സംസ്കാരം പഠിപ്പിക്കേണ്ടത്, നമ്മളാണ് മക്കളെ ഇന്നത് ചെയ്താൽ ഇന്ന തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മളാണ്. നമ്മൾ പറയുന്നത് പോലും മക്കൾ അനുസരിക്കുന്നില്ല. എന്തു ചെയ്യണം? ഇതിനുള്ള സൊല്യൂഷൻ ഈ കമൻറ്റ് ബോക്സിൽ നിങ്ങളെല്ലാവരും അറിയിക്കുക. ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുക. ആ ശിക്ഷ ആരാണോ ആ കുഞ്ഞിനെ ഈ അവസ്ഥയിലാക്കിയത് അവർക്ക് ശിക്ഷ കൊടുക്കണം. അത് വിദ്യാർത്ഥിയാണെന്നോ അല്ലെങ്കിൽ വയസ്സ് കുറവാണെന്നോ എന്നൊന്നും നോക്കരുത്. അതുമാത്രമല്ല അറിയാതെ ചെയ്തതാണെന്നും പറയരുത്. ഇതിന് തക്കതായ ഒരു ശിക്ഷ നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. നന്ദി, നമസ്കാരം.